റാപ്പർ വേടനെതിരെ വീണ്ടും കേസ്. ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. IPC സെക്ഷൻ 294B, 354, 354A1, കേരള പോലീസ് ആക്ട് 119A എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് കേസ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക അതിക്രമം, അശ്ലീല പദപ്രയോഗം, സ്ത്രീത്വത്തെ അപകീർത്തിപ്പെടുത്തും വിധം ലൈംഗിക ചേഷ്ടകൾ കാട്ടിയത് എന്നിവയാണ് വേടനെതിരെയുള്ള കുറ്റങ്ങൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ യുവ ഗായിക നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. 2020 ഡിസംബറിലാണ് പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത്. അങ്ങനെ വേടനെ വിടാതെ പിന്തുടരുകയാണ് ലൈംഗിക അപവാദങ്ങൾ. എന്തായാലും 2 ആഴ്ച മുൻപ് വേടനെതിരെയുള്ള പരാതിയുമായി 2 യുവതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചിരുന്നു. പിന്നാലെ സംഭവങ്ങൾ നടന്ന അതാത് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈമാറുകയും ചെയ്തു. ഈ പരാതികളിൽ ഒന്നിലാണ് വേടനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ മാസം 21-നാണ് FIR ഇട്ടത്. കേസിൽ അന്വേഷണം തുടരുകയാണ്. സംഗീത ഗവേഷകയാണ് പരാതിക്കാരി. ഗവേഷണത്തിന്റെ ഭാഗമായി പരാതിക്കാരി വേടനെ ബന്ധപ്പെട്ടുവെന്നും 2020 ഡിസംബർ 20-ന് കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ വെച്ച് ഈ പെൺകുട്ടി അപമാനിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് കേസ്. അപമാനിക്കാൻ ശ്രമിച്ച സ്ഥലത്തു നിന്നും ഈ പെൺകുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. നിലവിൽ പരാതിക്കാരിയുടെ വിശദമായ മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ കേരളത്തിന് പുറത്താണുള്ളത്. മൊഴിയെടുക്കാനായി ഇവർക്ക് സൗകര്യപ്രദമായ തീയതിയോ സ്ഥലമോ അറിയിക്കണമെന്ന് സെൻട്രൽ പോലീസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വേടനെതിരെയുള്ള തൃക്കാക്കരയിലെ കേസുമായി ബന്ധപ്പെട്ട ഹർജി കോടതി പരിഗണിച്ചതിന് പിന്നാലെയാണ് പുതിയൊരു കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും വേടൻ മുൻപ് പ്രതിയാക്കപ്പെട്ട കേസിൽ ജാമ്യാപേക്ഷ ലഭിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ബുധനാഴ്ച വരും. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയാകുന്നുണ്ട്. വളരെ കനത്ത വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത്. ഇരു വിഭാഗങ്ങളുടെയും വാദങ്ങൾ കേട്ട് കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ബുധനാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ബന്ധത്തിന്റെ തുടക്കത്തിൽ യുവതിയെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നും പിന്നീട് ബന്ധം വഷളാവുകയായിരുന്നുവെന്നും വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ നടന്ന ലൈംഗിക ബന്ധം ബലാത്സംഗമാകുമോ എന്നാണ് പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. 2 വർഷത്തിനു ശേഷമാണ് യുവതി പരാതി നൽകിയതെന്ന് വേടൻ കോടതിയിൽ പറഞ്ഞു. അതുവരെ പരാതിയില്ല. സമ്മതത്തോടെയാണ് എല്ലാം നടന്നതെന്ന് വേടന്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് വേടൻ അന്വേഷണത്തെ സ്വാധീനിക്കുമെന്ന് പരാതിക്കാരിയും ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഞാനൊരു കലാകാരൻ മാത്രമാണ്, പരാതിക്കാരിയാണ് മാധ്യമങ്ങളിൽ വിവരങ്ങൾ നൽകുന്നതെന്നും വേടന്റെ അഭിഭാഷകൻ വാദിച്ചിട്ടുണ്ട്. വിഷാദത്തിലായതിനാലാണ് പരാതി നൽകാൻ വൈകിയതെന്നാണ് വേടന്റെ വാദങ്ങളോടുള്ള അതിജീവിതയുടെ മറുപടി. ഈ കാലയളവിൽ ജോലി ചെയ്തിരുന്നുവോ എന്ന് കോടതി ചോദിച്ചപ്പോൾ വിഷാദ രോഗത്തിലായിരുന്നുവെന്നും പറയുന്ന കാലത്ത് പരാതിക്കാരി ജോലി ചെയ്തിരുന്നുവെന്നും വേടന്റെ അഭിഭാഷകൻ വാദിച്ചിട്ടുണ്ട്. എന്നാൽ നിയമപ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയെന്നും അതിജീവിതയുടെ അഭിഭാഷകയോട് കോടതി പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ വന്നതും ഫാൻസും പൊതുജനങ്ങളും പറയുന്നതും കോടതിയിൽ പറയരുതെന്നും കോടതി പറഞ്ഞു. വേടനെതിരെ പോലീസ് പുതിയ FIR ഇട്ട കാര്യവും അതിജീവിതയുടെ അഭിഭാഷക കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇരുകൂട്ടരെയും വാദം പൂർത്തിയായതോടെ കേസിൽ വിധി പറയാൻ ബുധനാഴ്ചത്തേക്ക് മാറ്റുകയാണ്. എന്നാലും റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി അടുത്ത നിയമക്കുരുക്കിലേക്ക് പോവുകയാണ്. വേടൻ ലൈംഗിക ചേഷ്ട കാണിച്ചെന്നും ലൈംഗിക അതിക്രമം കാണിച്ചുവെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഗായിക ആണ് പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്.